ഇതുവരെ നമ്മൾ സീഡ് നട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ് സീഡല്ല, നമ്മൾ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് നട്ടിട്ട് ഉണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹിബിസ്കസ്, നമ്മൾ ചെമ്പരത്തി, ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി, നൈറ്റിൽ വിരിയുന്ന ഒരു ഫ്ലവറാട്ടോ. പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, നമ്മൾ വീടിൻ്റെ ചുറ്റുപാടൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കുറേ കണ്ടിരുന്നു. ഇപ്പോൾ ഇത് കുറവാണ് കാണുന്നത്. നെക്സ്റ്റ് മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചി. നിങ്ങൾ ഈ ലീഫിൻ്റെ എഡ്ജ് ഭാഗങ്ങളിൽ കാണുന്നുണ്ടാവും ഒരു വേര് പോലെ, അതതിൻ്റെ റൂട്ടാട്ടോ. അതിൽ നിന്നാണ് അത് പുതിയ പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ രൂപത്തിൽ മിസ് കാണിച്ചു തരാം. നമ്മളെ ഹിബിസ്കസ്, ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോൺ ഫ്രം സ്റ്റെം കട്ടിങ്. അതായത് നമ്മളെ ചെമ്പരത്തി സ്റ്റെം കട്ടിങ്, തണ്ട് നട്ടിട്ടാണ് ഹിബിസ്കസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ദ നൈറ്റും പെഗോഡ ഫ്ലവറും. ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി, ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം ദ സ്റ്റെം കട്ടിങ്. സ്റ്റെമ്മ് നട്ടിട്ടാണ് അതുണ്ടാവുന്നത്. പെഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, ഇതും സ്റ്റെമ്മ് നട്ടിട്ടാണ് ഉണ്ടാവുന്നത്. ബട്ട് മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചി. ഈ ഒരു നെയിം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, മിറാക്കിൾ ലീഫ് പ്ലാന്റ്. ഇതിൽ ലീഫ് ഉണ്ട് അല്ലേ. അതായത് ന്യൂ പ്ലാന്റ്സ് ക്യാൻ ഗ്രോ ഫ്രം ദ സ്മോൾ പ്ലാന്റ്ലെറ്റ്സ് ദാറ്റ് ഫോം അലോങ് ദ എഡ്ജസ് ഓഫ് ദ ലീവ്സ്. ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞാൽ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ലീഫ് എന്നാണ് പുതിയ പ്ലാന്റ് എന്ന് പറയുക. ആ ലീഫിൻ്റെ എഡ്ജ് ഭാഗങ്ങളിൽ മിസ് കാണിച്ചു തന്നല്ലോ. 1 മിനിറ്റ്. ലീഫിൻ്റെ ഈ എഡ്ജ് ഭാഗങ്ങളിൽ മിസ് കാണിച്ചു തന്നില്ലേ, ഇതിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മിറാക്കിൾ ലീഫ് പ്ലാന്റിൻ്റെ ഏത് പാർട്ട് എന്നാന്ന് ചോദിച്ചാൽ ലീഫ് എന്നാണ് എഴുതേണ്ടത്. ഹിബിസ്കസും ക്യൂൻ ഓഫ് ദ നൈറ്റും പെഗോഡ ഫ്ലവറും സ്റ്റെം കട്ടിങ്, സ്റ്റെമ്മ് നട്ടിട്ടാണ് ഉണ്ടാവുന്നത്. അത്രയും അവിടെ നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണ രീതി. നമുക്കൊക്കെ അറിയാം, നമ്മളെ വീടിൻ്റെ ചുറ്റും എന്തുണ്ടാവും, വലിയ വലിയ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുന്ന മരങ്ങളുണ്ടാവും. നമ്മളെ പേരക്ക ഉണ്ടാവാറുണ്ട്, മാംഗോ ഉണ്ടാവാറുണ്ട്, മാംഗോ ട്രീ, അതുപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീ, നമ്മളെ പ്ലാവ്, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ മരത്തിലും ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സീഡ് മൊത്തം അതിൻ്റെ താഴെ വീണ് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള വാട്ടർ മിനറൽസ് അവിടെ കിട്ടുമോ? ഇല്ല അല്ലേ. അത്രയും സീഡ്സിനുള്ള വാട്ടർ മിനറൽസും കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്നുള്ള ഈ മെത്തേഡിലൂടെ അത് പല സ്ഥലങ്ങളിലോട്ട് എത്തും. അങ്ങനെ അതിനാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ. അതായത് ഇത് നമ്മളെ ഫ്രൂട്ട്സ് നമ്മളെ ബേർഡ്സോ അതുപോലെ അനിമൽസോ, ഇനി അതല്ല നമ്മൾ മനുഷ്യർ, നമ്മളൊക്കെ കഴിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടിട്ടാൽ അതിൻ്റെ പ്ലാന്റ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള വാട്ടർ മിനറൽസൊക്കെ അതിന് കിട്ടും കേട്ടോ. ഓക്കെ.